ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ കുറച്ച് പോർക്ക് ഇരിക്കുന്നുണ്ട് ഫ്രീസറിൽ. അപ്പോൾ അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചു. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, എനിക്കിന്ന് തോന്നി എന്ന് നമ്മുടെ അങ്കമാലി സ്റ്റൈലിൽ ഒരു പോർക്ക് ഫ്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം ഇത് അങ്കമാലിക്കാരും കാണുന്നുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞേക്കരുത്, ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ അങ്കമാലിൽ നമ്മൾ കല്യാണങ്ങൾക്കും വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, തേങ്ങക്കൊത്തിടും, പിന്നെ ഒരു ഫൈനൽ ടച്ചിൽ നമ്മുടെ മറ്റേ വറ്റൻമുളക് ഇടും, പിന്നെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടാണ് അതിന് കളറിനും ലുക്കിനും വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയും സവോളയും ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചു, പച്ചമുളകെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി അത് മിക്സ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കിടക്കാം. ഓക്കെ, ബൈ. ഹായ്. ഇന്നേ എൻ്റെ കയ്യിൽ കുറച്ച് പോർക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എടുത്ത് പുറത്ത് വെച്ച് അത് ഇത്തിരി മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വെച്ചിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ഈ റൈസ് എല്ലാം പോയി വാഷ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്കമാലി സ്റ്റൈലിൽ ഒരു പോർക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ തേങ്ങക്കൊത്ത് 1-2 ഐറ്റംസ് ഒന്നും ഇല്ല, അല്ലാണ്ട് ഒന്ന് ചെയ്യാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പം ഞാൻ അതിലേക്ക് കിടക്കുകയാണേ. അപ്പം ഞാൻ ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മുടെ സവോള ഒരെണ്ണം എടുത്തുള്ളൂ, ഒത്തിരി ആയിക്കഴിഞ്ഞാലും മധുരിക്കും കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് എല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതെല്ലാം. പിന്നെ ഇവിടെ ഞാൻ മുളക് പൊടി ഒരു നോർമൽ സ്പൂൺ, ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് ഗാർലിക് പൗഡറാണ്, ജിഞ്ചർ പൗഡർ, പിന്നെ നമ്മുടെ ഇറച്ചി മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇടുവാണേ. ഓൾറെഡി ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചപ്പോൾ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ വേണം ഇനി വീണ്ടും ഉപ്പിടാനായിട്ട്. എന്നാലും ഞാൻ ഏകദേശം ഇത്രയും ഇടുന്നുണ്ട് ഉപ്പ്. പിന്നെ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പം ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്, ഇത് നാട്ടിലാണെങ്കിൽ എനിക്ക് അമ്മച്ചിയൊക്കെ വയ്ക്കുന്ന കാണാം, ഒരു 15 മിനിറ്റൊക്കെ ഞാൻ വയ്ക്കും. ഞാനായാലും അങ്ങനെ ചെയ്യും കേട്ടോ. അത് നമ്മൾ എന്ത് താറാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കറി വയ്ക്കുമ്പോൾ 10-15 മിനിറ്റ് അങ്ങനെ മുളകൊക്കെ തിരുമ്പി ഇങ്ങനെ വയ്ക്കും. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൽ തന്നെ വേവിക്കാമെന്ന്, പക്ഷേ കുക്കറിലേക്ക് ഇടാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, അങ്ങനെയാണ് വെക്കാറ്, അതാണ് ടേസ്റ്റും. അപ്പോൾ ഇവിടെ അതൊന്നും പറ്റത്തില്ലല്ലോ, ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാൻ കുക്കറിലിടാൻ പോവുകയാണേ. അപ്പോൾ ബാക്കി കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇത് കുക്കറിലാക്കി കേട്ടോ. ഇത് ഒത്തിരി വിസിൽ വേണ്ട. ഇത് ഇവിടെ ചട്ടി ചൂടായിട്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാൻ 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു. പക്ഷെ അത് ഇച്ചിരി വേവ് കൂടിയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതൊരു ആവശ്യത്തിന്. ശരിക്കും പറഞ്ഞ് ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇത്ര ഒഴിക്കും കേട്ടോ. ഇത് വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് കൂടി പറയാം. അപ്പം ചൂടായി വന്നിട്ട് ഉള്ളിയൊക്കെ ഇടാം. ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. സാധാരണ കറിവേപ്പില വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കറിവേപ്പില സെപ്പറേറ്റൊക്കെ ഇങ്ങനെ ജസ്റ്റ് വറുത്ത് മാറ്റി വെച്ചിട്ട് ഫൈനലി അതൊക്കെ ഇടണം. ഇത് ഇല്ല, കറി ലീവ്സൊന്നുമില്ല. അത് ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. കറി ലീവ്സ് ഇല്ല, ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് ഓക്കെ. ഞാൻ ഇത് ഓൾറെഡി ഇതുണ്ടാവും, അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ വെള്ളം കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചു. വെള്ളം എടുത്ത് കളയണം കേട്ടോ. വെള്ളം കളഞ്ഞില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. അപ്പോൾ കുറേ വെള്ളം ഞാൻ മാറ്റി, അതിൻ്റെ ഗ്രേവി എടുത്ത് മാറ്റി. പെട്ടെന്ന് അത് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ സവോളയെല്ലാം. അപ്പം ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ ഒരു 1/4 ഭാഗം മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും പിന്നെ ഇച്ചിരി മസാലപ്പൊടിയും മാത്രം എടുത്തിട്ടുള്ളൂ, മല്ലിപ്പൊടി അങ്ങനെയൊന്നുമില്ല. അതിട്ടിട്ടൊന്ന് ഓൾറെഡി അപ്പോൾ നേരത്തെ ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അത് വേവിക്കാൻ വെച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് അതിലേക്ക് ഇടുവാണേ.
മുളകും ഇച്ചിരി മുളക് പൊടിയും എല്ലാം ഞാൻ ഇട്ടത് ഏകദേശം മൂപ്പായിട്ടുണ്ട്, മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഇടാൻ പോവാണ്. അപ്പം ഒരു മണം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ഓക്കെ ആയോ എന്നുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇടുവാണ്, എടുത്തു വെച്ചിരിക്കുന്ന ഇടുവാണ്. ഒന്ന് മിക്സ് ചെയ്തോട്ടെ. ഇതിൻ്റെ മണമൊക്കെ കേട്ടിട്ട് അടിപൊളിയാട്ടോ. പക്ഷേ ഇവിടുത്തെ പോർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ നമുക്ക് തരുമ്പോൾ ഇതിൻ്റെ നെയ്യില്ലേ, പുറം ഭാഗമില്ലേ, അതിവർ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം ഇത് മീറ്റ് മാത്രം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഒരു ടേസ്റ്റേ വരത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഡ്രൈ ഫ്രൈ ആയി കിട്ടുന്ന അതും കൂടി കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതില്ലെന്ന് മാത്രം. പക്ഷെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോഴേ ഞാനിവിടെ ഇപ്പം ഫൈനലായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചി മസാല ഒരു നുള്ളു ഇട്ടു. പിന്നെ ഇച്ചിരി കാശ്മീരി പൗഡർ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ ഇല്ല. അപ്പോൾ ഞാൻ മുളക് പൊടിയായിരുന്നു ഒരു നുള്ളു ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ ഇറക്കാൻ പോകണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് നാളെ ഒന്ന് ഫ്രൈ ആക്കുമ്പോഴാണ് ശരിക്കും ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇതൊന്നും എടുത്ത് പുറത്ത് വെച്ചൊന്ന് ചൂടാക്കുന്നത് ശരിയായിക്കോളും. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം you.